മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും 43ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് ആരാധന, തിരുഹൃദയ നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, തിരുഹൃദയ ഊട്ട് എന്നിവ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറിൻ ജോസ്, പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് പി പോൾ, K പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK ഗീത, CK സുനിൽകുമാർ, അനിത മണി, പഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ്, ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും 43ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുസൃതികളും കുറുമ്പുകളും പരസ്പരമുള്ള സ്നേഹവും ദയവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് നന്നായി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങളിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ കുറേ കഴിയുമ്പോഴാണ് അതിനൊരു മാധുര്യം, ആ നെല്ലിക്കയുടെ മാധുര്യം നമുക്ക് അറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള, നേരത്തെ ഫാദർ സൂചിപ്പിച്ച, നമ്മുടെ മനസ്സിലുള്ള അഭിമാനബോധം വരുന്നത്. അത് ഞങ്ങൾ പഠിച്ച വിദ്യാലയമാണ്. ആ അഭിമാനബോധത്തോടു കൂടി അങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഈ വിദ്യാലയം നൽകുന്ന ശിക്ഷണവും സ്നേഹവും കൂടിയാണ്. അതിൽ അധ്യാപകർക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ, പണ്ടത്തെ അവസ്ഥയല്ല, ഇപ്പോഴാണെങ്കിൽ സംഘടിതമായ രീതിയിലുള്ള PTA ആണ് ഓരോ വിദ്യാലയങ്ങളും എന്താ പറയുന്നത് നന്നായി നടക്കുന്നത്. MPTA മോശമല്ല. കാരണം ഒരു പരിപാടി സംഘടിക്കുമ്പോഴോ എല്ലാവരും അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകതയാണ്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി WHO കേരള കൺസൾട്ടന്റ് ഡോക്ടർ TN അനൂപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങളൊക്കെ പെടുന്നത് മില്ലേനിയൽസ് എന്ന് പറയുന്ന കാറ്റഗറി, അല്ലെങ്കിൽ ജനറേഷൻ X എന്ന് പറയുന്ന കാറ്റഗറിയിലും, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ജനറേഷൻ സെഡും ജനറേഷൻ ആൽഫയൊക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ അവരിൽ നിന്നും നമ്മൾ അറിവ് സ്വീകരിക്കേണ്ട പല അവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ ടെക്നോളജി ആസ്പെക്റ്റിലെടുത്താൽ മൊബൈൽ ഫോണിലെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ കുട്ടികൾക്കാണ് അറിയാം. അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. പലപ്പോഴും എൻ്റെ മോളിൽ അവൾ 8 വയസ്സായിരുന്നു. പക്ഷേ അവൾക്കറിയുന്ന കാര്യങ്ങൾ പലതും എനിക്കറിയില്ല. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ച് പഠിക്കും. അപ്പോൾ അത്തരത്തിൽ കുട്ടികളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരു പരിധിവരെ നിങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം ചെയ്തൊരു ജനറേഷൻ എന്ന് പറയാം. നേരത്തെ നമ്മുടെ രാധാകൃഷ്ണൻ പറഞ്ഞു അല്ലേ, അതായത് കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് സത്യത്തിൽ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ സ്കൂള് എന്ന് പറയാൻ ഇങ്ങനെ പോലും ഇല്ല. പലപ്പോഴും ഒരു ഓലക്കുടിയിലൊക്കെ നമ്മളൊരു 10, 30, 40 കൊല്ലം പിന്നിലാണ് പല സംസ്ഥാനങ്ങളും. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ അധ്യക്ഷത വഹിച്ചു.
വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ 43ാം വാർഷികം. ഒപ്പം ഈ വാർഷികത്തിന് വിശിഷ്ടാതിഥി 25 വർഷക്കാലം മുമ്പ് നമ്മുടെ കൂടെ പഠിച്ച് ഇന്ന് വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ അനൂപ്കുമാർ ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇതുപോലെ വിശിഷ്ട സാന്നിധ്യമായിട്ട് സ്റ്റേജിൽ വന്നിരിക്കാനായിട്ടുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും എന്നറിയാം. അല്ലെ, വാർഷികം ദിവസം ഇവിടെ മുമ്പിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും കുറച്ച് നാളിന് ശേഷം സ്കൂളിൻ്റെ അഭിമാനമായി തിരിച്ച് ഈ വേദിയിൽ വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും മംഗളം നേരുകയും ചെയ്യുന്നു. വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ PTA പ്രസിഡന്റ് സിജോ എടപ്പള്ളി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, MPTA പ്രസിഡന്റ് മിനി വിൻസെന്റ്, OSA പ്രസിഡന്റ് KG ലിബിൻ, GUPS പ്രധാനാധ്യാപിക T ഗീത, സെയിന്റ് തോമസ് CHSS പ്രധാനാധ്യാപിക PJ ജോഫി, ജനറൽ കൺവീനർ സെമിറ്റോ തോമസ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് ആരാധന, തിരുഹൃദയ നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, തിരുഹൃദയ ഊട്ട് എന്നിവ നടന്നു. പള്ളി വികാരി റവറൻഡ് ഫാദർ പോൾ താണിക്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന എന്നിവ ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. വിപുലമായ കലാപരിപാടികളും മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നുവരുന്നു. രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച ആര്യക്കിരിയമ്മ സംഘം അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. ശ്രേയ വിപിൻ മലപ്പുറം, അനുശ്രീ പെരുമ്പിലാവ്, സത്വ കലാക്ഷേത്ര അന്തിക്കാട്, ആര്യനന്ദ, ശ്രീനന്ദ, കൃഷ്ണ നൃത്ത വിദ്യാലയം പാലക്കാട്, നിഹാരിക പാലക്കാട് എന്നിവർ ഭരതനാട്യം അവതരിപ്പിച്ചു. അനഘ പെരുമ്പിലാവ്, തപസ്യ എടമുട്ടം, പ്രീതി പാലക്കാട് എന്നിവർ മോഹിനിയാട്ടവും തൃപ്രയാർ മൈത്രിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. റിയാലിറ്റി ഷോ താരം റിതു കൃഷ്ണ, ജെറിൽ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറി. ചെവൂർ YMCA ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളും ചെവൂർ YMCA പാലിയേറ്റീവ് സെൽ ഉദ്ഘാടനവും പനമുക്ക് പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ഫ്രെഡി എരുവത്തിങ്കൽ നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് YMCA വനിതാ ഫോറം വീൽചെയർ വിതരണവും നടത്തി. YMCA പ്രസിഡന്റ് ജോബി മാസ്റ്റർ, സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ പോൾസൺ മാറോക്കി, വനിതാ ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, പ്രോഗ്രാം കൺവീനർ ജോബി ജോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ വീട്ടിൽ വൻ തീപിടുത്തം. ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഭാരവാഹിയായ പ്രഭാസ് സൗണ്ട് ആൻഡ് ഇലക്ട്രിക്കൽസ് ഉടമ അമ്പാടി ജയന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ ഓഫീസർ KS ഡിബിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, TV, ഇൻവെർട്ടർ, ഷെൽഫുകൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. വീടിന്റെ സീലിംഗിനും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജയൻ ഒഴികെയുള്ള വീട്ടിലെ മറ്റുള്ളവർ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നതിനാൽ ജയൻ മാത്രമാണ് വീട്ടിലുള്ളത്. രാവിലെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചുവെച്ച ശേഷം ക്ഷേത്ര ദർശനത്തിനായി പോയതായിരുന്നു ജയൻ. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ വിളിച്ചപ്പോൾ തിരികെ എത്തുമ്പോഴാണ് തീ പടർന്നതായി കാണുന്നത്. വീടിനുള്ളിലുണ്ടായിരുന്ന 3 LPG സിലിണ്ടറുകൾ അഗ്നിരക്ഷാസേന സുരക്ഷിതമായി പുറത്തെത്തിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് പുത്തൻപീടിക GT റോഡ് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പൊറിഞ്ചു മാളിയക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ മിനി ആന്റോ, ടി.പി. രഞ്ജിത് കുമാർ, മേനക, സരിത, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ.ബി. രാജീവ്, വി.കെ. മോഹനൻ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് തീപിടുത്തം. CNG ഓട്ടോറിക്ഷയിൽ ഗ്യാസ് ലീക്ക് ആയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ആളപായമില്ല. പുല്ലഴിയിൽ ഫ്ളാറ്റിനു നേരെ പടക്കമേറ് നടന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. ഫ്ളാറ്റ് നിവാസികളുടെ പരാതിയിൽ ഇന്ന് രാവിലെ 9 മണിയോടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുല്ലഴിയിൽ ഫ്ളാറ്റിനു നേരെ പടക്കമേറ് നടന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. ഫ്ളാറ്റ് നിവാസികളുടെ പരാതിയിൽ ഇന്ന് രാവിലെ 9 മണിയോടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമെന്നാണ് വിവരങ്ങൾ. ഫ്ളാറ്റിന്റെ 1-ാം നിലയിലുള്ള സുശീൽ കുമാർ എന്നയാളുടെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ടൗൺ വെസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലുള്ളവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നാണ് വിവരങ്ങൾ. അതേസമയം ജില്ലയിൽ പ്രായപൂർത്തിയാകാത്തവർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ചേർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്കേറ്റു. പുതുവീട്ടിൽ 68 വയസ്സുകാരി നബീസയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. 1-ാം കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം കുന്നംകുളത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു വയോധിക. ഇതുവഴി വന്ന വടക്കാഞ്ചേരി നെല്ലുവായ് വഴി പട്ടാമ്പി റൂട്ടിലോടുന്ന വസുദേവ എന്ന ബസ്സിൽ വയോധിക കയറുകയും എന്നാൽ റൂട്ട് മാറി എന്നറിഞ്ഞതോടെ തിരികെ ഇറങ്ങുകയും ചെയ്തു. വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടയിലാണ് അപകടമെന്നാണ് വിവരങ്ങൾ. ബസ്സിനടിയിലേക്ക് വീണ നബീസയുടെ കാലിലൂടെ ബസിന്റെ പിറകുവശത്തെ ചക്രം കയറിയിറങ്ങി. ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിലായ വയോധികയെ നാട്ടുകാരും വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകരും ചേർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7260 രൂപ, പവന് 5880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും 43ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദരഹ തിരുനാളിനോടനുബന്ധിച്ച് ആരാധന, തിരുഹൃദയ നൊവേന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, തിരുഹൃദയ ഊട്ട് എന്നിവ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.